ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടെയുള്ള കുറച്ച് നക്ഷത്രജാതകർ. ഇവർക്ക് സകലവിധ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകാൻ പോകുകയാണ്. ഈ ജൂലൈ മാസത്തിൽ പുണ്യനദികളിൽ സ്നാനം ചെയ്തും ദീപാരാധന കണ്ട് തൊഴുതും സർവദോഷങ്ങൾ അകറ്റിയും ഈ നക്ഷത്രജാതകർ പരിഹാരം ചെയ്യണം. എല്ലാ ഐശ്വര്യവും എല്ലാ സമൃദ്ധിയുമുള്ള ഉന്മൂലനം വരുത്താൻ നാഗശാപത്തിന് കഴിയും. നാഗശാപത്തിൻ്റെ ചെറിയ സൂചനയോ സംശയമോ തോന്നിത്തുടങ്ങിയാൽ ഉടൻ ഉത്തമനായ ഒരു ജ്യോതിഷനെയോ താന്ത്രികനെയോ കണ്ട് ആവശ്യമായ പരിഹാരം ചെയ്യണം. നാഗക്ഷേത്ര ദർശനം നടത്തണം. മഞ്ഞൾ അഭിഷേകം നടത്തുക. പാലും പഴവും നേദിക്കുക. ഓം ഹ്രീം ഹ്രീം നാഗകന്യകയെ നാഗരൂപിണിയെ വശാത്മകയെ ഹ്രീം ഹ്രീം അഭിഷ്ടസിദ്ധിം മേൻ ദേഹി ദദാപയസ്വഹ 36 പ്രാവശ്യം 12 ദിവസം ഈ മന്ത്രം ജപിക്കുക. നിങ്ങളുടെ വിവാഹ തടസ്സം അകലും. പ്രേമസാഫല്യം ഉണ്ടാകും. ദാമ്പത്യ കലഹ ശാന്തി ഉണ്ടാകും. ദാമ്പത്യ സൗഖ്യമുണ്ടാകും. ധനം ധാരാളം ഉണ്ടാകും. ശുക്രാദിത്യ രാജയോഗം മൂലം തൊടുന്നതെല്ലാം പൊന്നാകുന്ന രാജയോഗം സൃഷ്ടിക്കുന്ന 9 നക്ഷത്രജാതകർ. ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഇനി വലിയ വലിയ നേട്ടങ്ങളാണ്, ഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർ നേടിയെടുക്കും. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത്. ജൂലൈ മാസത്തിൽ ഗ്രഹങ്ങളുടെ രാജകുമാരൻ സൂര്യൻ കർക്കിടകത്തിൽ പ്രവേശിക്കുമ്പോൾ രാജയോഗം വന്നു ചേരും ഈ നക്ഷത്രജാതകർക്ക്. ഇവരുടെ വീട്ടിൽ സമാധാനമുണ്ടാകും, സന്തോഷമുണ്ടാകും. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്രജാതകർ എത്തിയിരിക്കുന്നത്. അമ്മ മഹാമായയുടെ അനുഗ്രഹം ഈ നക്ഷത്രജാതകർക്കുണ്ടാകും. തള്ളിപ്പറഞ്ഞവരും കഷ്ടപ്പെടുത്തിയവരും ക്രൂരമായ വാക്കുകൾ ഉപയോഗിച്ച് മനസ്സിനെ വേദനിപ്പിച്ചവരൊക്കെയും നോക്കി നിൽക്കെ ഈ നക്ഷത്രജാതകർ രാജകുമാരനെപ്പോലെ വാഴും. ഒരു അപ്രതീക്ഷിത ധനയോഗം ഇവർക്ക് വന്നു ചേരുന്നു. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. ഇനി ഇവരുടെ ഭാഗ്യത്തെ പിടിച്ചു നിർത്തുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. അത്രയേറെ ഉയർച്ചയിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തിയിരിക്കുന്നത്. അവരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അമ്മ മഹാമായയുടെ, അമ്മ മാരിയമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടുവോളമുണ്ടാകും. നിങ്ങളെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും അമ്മ രക്ഷിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും, ആയുരാരോഗ്യ സൗഖ്യമുണ്ടാകും, സമ്പൽ സമൃദ്ധി ഉണ്ടാകും. ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ നേരിട്ട നിങ്ങൾക്ക് ഇനി വിജയമാണ്. 7 നാളുകാർ, ഈ 7 നാളുകാർക്ക് ഇനി അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമയമാണ്. ഇവരുടെ ബിസിനസ്സൊക്കെ വിജയിക്കുന്ന സമയമാണ്. അതിൽ 1ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. കുറച്ച് നാളുകളായി അശ്വതി നക്ഷത്ര ജാതകർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെയായിരുന്നു. ആ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി ഇവർ ഒരുപാട് ഭാഗ്യത്തിലേക്ക് എത്തുന്നു. അമ്മ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിച്ച് ജീവിതം സന്തോഷകരമാകും. ഇഷ്ടകാര്യ വിജയമുണ്ടാകും. ഓം കാർത്യായനിയെ നമഃ എന്ന മന്ത്രം യഥാശക്തി പ്രാവശ്യം ജപിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയാണ് വന്നു ചേരാൻ പോകുന്നത്. ജൂലൈ മാസം 20 കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ നേട്ടം സംഭവിക്കും. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം. കാരണം അങ്ങനെയൊരു യോഗം വന്നു ചേരാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ജൂലൈ മാസത്തിൽ ശുക്രനും ജൂലൈ മാസത്തിൽ തന്നെ കർക്കിടകത്തിൽ പ്രവേശിക്കും. അത് യോഗമാണ്. ആ ഒരു യോഗം കൊണ്ട് അശ്വതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളും സംഭവിക്കും. 2ാമത്തെ നക്ഷത്രം ഭാഗ്യമേറെയുള്ള
ജീവിതത്തിൽ ഇനി രക്ഷപ്പെടുന്ന എല്ലാ അഭിവൃദ്ധിയും വന്നു ചേരുന്ന ആ രണ്ടാമത്തെ നക്ഷത്രം നമുക്കൊക്കെ പ്രിയപ്പെട്ട കാർത്തിക നക്ഷത്രമാണ്. ഇവർക്കിനി ഒരുപാട് അഭിവൃദ്ധിയാണ്. സമ്പത്ത് കൊണ്ട് ധാരാളിത്തം അതിവരുടെ പ്രത്യേകതയാണ്. ഇവർക്ക് ഒരുപാട് ധനസമൃദ്ധി വന്നു ചേരും. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തണം. അവിടെ ത്രിമധുരം, തൃക്കൈവെണ്ണ, തുളസിമാല എന്നീ വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോകൂ. കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമായിരിക്കും, നേട്ടമായിരിക്കും. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്നു, സങ്കടങ്ങളൊക്കെ അവസാനിക്കുന്നു. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഉണ്ടായിരുന്ന ഇവർക്ക് ഒരു അപ്രതീക്ഷിത ധനയോഗം വന്നു ചേരുന്നു. നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറിക്കിട്ടും. നിങ്ങളുടെ ഇഷ്ടകാര്യ സാധ്യത നിങ്ങൾക്ക് വന്നു ചേരും. ശത്രുദോഷങ്ങളൊക്കെ മാറിക്കിട്ടും. ഒരുപാട് ഭാഗ്യത്തിലേക്ക് നിങ്ങൾ കടക്കും. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. ഭാഗ്യമാണ്, ഉയർച്ചയാണ്, സമ്പൽ സമൃദ്ധിയാണ്. നേട്ടങ്ങൾ ഒരുപാട് കൊയ്യും. മക്കൾക്കൊക്കെ വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരും. എതിർപ്പുകളൊക്കെ മാറും. ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും നിങ്ങൾ എത്തും. അടുത്ത നക്ഷത്രം പൂയമാണ്. നാലാമത്തെ നക്ഷത്രമായ പൂയത്തിനി സൗഭാഗ്യ സമ്പന്നതയാണ്. ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്നു. ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ പോകുന്നു. കാര്യസമൃദ്ധി, ധാരാളം ധനം വന്നു ചേരുന്നു. അമ്മ മാരിയമ്മയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അവിടെ യഥാശക്തി വഴിപാടുകൾ നടത്തുക. നെയ്വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുക. അടുത്ത നക്ഷത്രം അത്തമാണ്. ഭൈരവനെ പ്രീതിപ്പെടുത്തണം. ദുഃഖങ്ങളൊക്കെ ഒഴിയും. ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ബംഗ്ലാമുഖി അർച്ചന നടത്തുക. ശത്രുക്കൾ ധാരാളമുള്ള സമയമാണ്. അതൊക്കെ മാറിക്കിട്ടും. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രം ചതയമാണ്. നേട്ടമാണ്, ഭാഗ്യമാണ്, ഉയർച്ചയാണ്. അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് നിങ്ങളെത്തുന്നു. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ധാരാളമുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ മാറണം. കുടുംബത്തിൽ എല്ലാവരും ഐക്യതയുണ്ടാകണം. ഈ ഒരു ഐക്യതയുണ്ടാകുവാൻ ഐക്യമധ്യ സൂക്ത പുഷ്പാഞ്ജലി നടത്തുക. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഐക്യമധ്യ സൂക്ത പുഷ്പാഞ്ജലി നടത്തുക. അടുത്ത നക്ഷത്രം രേവതിയാണ്. രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു, ദുഃഖങ്ങളായിരുന്നു, ദുരിതങ്ങളായിരുന്നു. ഇവർക്ക് തന്നെ അറിയാം. ജോലിയിൽ പ്രശ്നം, കുടുംബജീവിതത്തിൽ പ്രശ്നം, ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ ആ കാര്യങ്ങളൊന്നും നടക്കാതെ വരുന്നു. അപ്പോൾ അവരെന്താണ് ചെയ്യേണ്ടത്? ഉത്തമനായ ഒരു ജ്യോതിഷനെ കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഇപ്പോഴത്തെ ഗ്രഹനില ഒന്ന് പരിശോധിക്കുക. ഗ്രഹനില പരിശോധിച്ചതിന് ശേഷം അതിന് വേണ്ടുന്ന പരിഹാരത്തോടു കൂടി ഈ പറയുന്ന നക്ഷത്ര ജാതകരൊക്കെയും അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായും നിങ്ങൾക്ക് രാജയോഗം നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കാൻ കഴിയും. നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങൾ മാറിക്കിട്ടും. ആഗ്രഹങ്ങളൊക്കെ സഫലമാകും. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് രേവതി നക്ഷത്ര ജാതകരും എത്തിയിരിക്കുന്നത്. ചില പ്രശ്നങ്ങൾ ഉണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ മാറണം. ജീവിതത്തിൽ ഒത്തിരി അഭിവൃദ്ധി വന്നു ചേരണം. നേട്ടങ്ങളിലേക്ക് പോകണം. ഇതിനൊക്കെ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അഭിവൃദ്ധിയാണ്, നേട്ടമാണ്, അതീവ സമ്പൽ സമൃദ്ധിയാണ്. അങ്ങനെ വലിയ ഭാഗ്യാനുഭവങ്ങൾ, ലോട്ടറി ഭാഗ്യം വരെ എത്തണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ അതിരാവിലെ എഴുന്നേൽക്കുക. അതിനുശേഷം നിങ്ങളുടെ ഉള്ളം കൈയിലേക്ക് ഒന്ന് നോക്കുക. എന്നതിന് ശേഷം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക. ഇരു കൈകളും ചേർത്ത് പിടിച്ച് മുഖദർശനം ചെയ്യണം. വിരലിൻ്റെ അഗ്രത്തിൽ ലക്ഷ്മിയും ഉള്ളം കൈയിൽ സരസ്വതിയും അഗ്രഭാഗത്ത് ദുർഗയെയും സങ്കല്പിക്കണം. സന്ധ്യകളിൽ ഗൃഹത്തിൽ ദീപം കൊളുത്തണം. വിളക്കിൽ ഭസ്മം, ചന്ദനം, പുഷ്പ ഇവ ചാർത്തുക. തെച്ചിപ്പൂവൊക്കെ ചാർത്തുക. അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് സമൃദ്ധിയും സന്തോഷവും നിങ്ങൾക്ക് വന്നു ചേരാൻ കാരണമാകും. വിളക്കിൽ കരിന്തിരി കത്താതെ വേണ്ടത്ര എണ്ണ ഒഴിച്ചിരിക്കണം. ദേഹശുദ്ധി വരുത്തി വിളക്കിന് മുന്നിലിരുന്ന് പ്രാർത്ഥന നടത്തണം. ഈ പറഞ്ഞ നക്ഷത്രജാതകർ 7 നക്ഷത്രജാതകരും അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് സമ്പൽ സമൃദ്ധി ഇവർക്ക് വന്നു ചേരാൻ കാരണമാകും. ദൈവം കയ്യൊപ്പ് ചാർത്തിയ 7 നക്ഷത്രജാതകരാണിവർ. ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടെയുള്ള നക്ഷത്രജാതകർ. അതുകൊണ്ട് തന്നെ ഇവർ രക്ഷപ്പെടും. ഇവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇനി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കുമാണ് ഇവർ എത്തുന്നത്. അങ്ങനെ വലിയ സൗഭാഗ്യങ്ങൾ, വലിയ നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥന നടത്തണം. സർപ്പക്കാവിൽ പോകണം. നാഗക്ഷേത്ര ദർശനം നടത്തി ഓം ഹ്രീം ഹ്രീം നാഗകന്യകയെ, നാഗരൂപിണിയെ, വശ്യാത്മകയെ, ഹ്രീം ഹ്രീം
അഭിഷസിദ്ധിയും മേന്ദേഹി തഥാപയ സ്വഹ എന്ന മന്ത്രം ചൊല്ലുക. ഈ പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ കൊച്ചു കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും. അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അതൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വെച്ച് ഈ മന്ത്രമൊക്കെ 36 പ്രാവശ്യം വീതം 12 ദിവസം ഈ മന്ത്രമൊന്ന് ജപിക്കുക. ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും, വലിയ നേട്ടത്തിലേക്ക് പോകും. അങ്ങനെ വലിയ നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.